Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് മെയിൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഏതാനും കൊട്ടേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, സാധാരണ എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ഈസ് ദ ഹൊമറിക് കോൺസെപ്റ്റ് ഓഫ് വാർ ഡിഫറെൻറ്റ് ഫ്രം അവർ പ്രസൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാർ? അതായത് ഹൊമറിൻ്റെ കാലഘട്ടത്തിലെ യുദ്ധത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, ധാരണകൾ ഇന്നത്തെ പ്രസൻറ്റ് ആറ്റിറ്റ്യൂഡിൽ നിന്നും, ഇന്ന് നമുക്ക് യുദ്ധത്തോടുള്ള സമീപനത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതായത് ഹൊമറിക് കോൺസെപ്റ്റ് ഓഫ് വാർ, യുദ്ധവുമായി ബന്ധപ്പെട്ട ഹൊമറിക് കോൺസെപ്റ്റും ഇന്നത്തെ കോൺസെപ്റ്റും, ഇന്ന് നമ്മൾ എങ്ങനെ യുദ്ധത്തെ നോക്കിക്കാണുന്നു, ഹൊമറിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് യുദ്ധത്തെ നോക്കിക്കണ്ടിരുന്നത്? പ്രധാനമായും എക്സാമിന് ചോദിക്കാവുന്ന സമകാലിക പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ. ഇൻ ദ ഇലിയഡ്, ഹൊമറിൻ്റെ ഇലിയഡിൽ വി ഫൈൻഡ് ദ ടു ഗ്രേറ്റ് ഹീറോസ് സബ്ജക്റ്റഡ് ടു ഗോഡ്സ് ഫോഴ്സ് ആൻഡ് ദ എൻഡ് റിസൾട്ട് ഈസ് വാട്ട് ദ ഗോഡ്സ് ഡിസൈഡ്. ഹൊമറിൻ്റെ ഇലിയഡിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ഗ്രേറ്റ് ഹീറോസ്, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് ഹീറോസ് എന്ന് പറഞ്ഞാൽ അക്കിലിസും അതുപോലെ തന്നെ ഹെക്ടറും. ഇവർ രണ്ടുപേരും സബ്ജക്റ്റഡ് ടു ഗോഡ്സ് ഫോഴ്സ്, ദൈവത്തിൻ്റെ ശക്തിക്ക് ഇവർ രണ്ടുപേരും വിധേയരായിരിക്കുന്നതും, ആൻഡ് ദ എൻഡ് റിസൾട്ട് ഈസ് വാട്ട് ദ ഗോഡ്സ് ഡിസൈഡ്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് റിസൾട്ട്, അതിൻ്റെ അവസാന റിസൾട്ട് എന്ന് പറയുന്നത് വാട്ട് ദ ഗോഡ്സ് ഡിസൈഡ്, ദൈവം എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവം എന്താണ് തീരുമാനിക്കുന്നത്, അത്തരത്തിലുള്ളൊരു റിസൾട്ടും അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ദൈവത്തിൻ്റെ വിധി ദൈവങ്ങൾ നടപ്പിലാക്കുന്നതും നമ്മൾ കണ്ടു. ഹോമർ ഈസ് അറ്റ് ഈസ് ബെസ്റ്റ് വെൻ ഹി ഡെപിക്ട്സ് ദ സ്ട്രൈഫ് ഓഫ് മെൻ ആൻഡ് ഗോഡ്സ്. മനുഷ്യരും ദൈവങ്ങളും തമ്മിലുള്ള സ്ട്രൈഫ്സ്, യുദ്ധങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ, അത് ചിത്രീകരിക്കുന്നതിൽ ഹോമർ വളരെ ഏറ്റവും നന്നായിട്ട് തന്നെ മനുഷ്യരും ദൈവങ്ങളും തമ്മിലുള്ള സ്ട്രൈഫ്, കലഹങ്ങൾ, യുദ്ധങ്ങൾ ഹോമർ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ വരച്ച് കാണിക്കുന്നു. വി ഹാവ് ടു ലൊക്കേറ്റ് ദ ഇലിയഡ് ഇൻ ദ ആൻഷ്യന്റ് ടൈംസ് ഓഫ് ഗ്രീക്ക് സിവിലൈസേഷൻ. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആ പുരാതന കാലഘട്ടം, ആ ആൻഷ്യന്റ് ടൈംസ്, ആ പുരാതന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇലിയഡിനെ നമ്മൾ വായിക്കണം അല്ലെങ്കിൽ വായിച്ചറിയണം. ദോസ് വേർ ദ ഡേയ്സ്, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനത്തെ ദിവസങ്ങളായിരുന്നു? വെൻ വാർഫെയർ വാസ് ഗ്ലോറിഫൈഡ് ആൻഡ് വിക്ടറി വാസ് ദ ഹൈയസ്റ്റ് ഐഡിയൽ ടു സ്ട്രൈവ് ഫോർ. ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധത്തിലെ വിജയം, യുദ്ധത്തിലെ പ്രശസ്തി എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിരുന്ന, മഹത്വവൽക്കരിച്ചിരുന്ന ഒരു ടൈമായിരുന്നു അത്. മാത്രമല്ല വിക്ടറി വാസ് ദ ഹൈയസ്റ്റ് ഐഡിയൽ ടു സ്ട്രൈവ് ഫോർ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ ശ്രമിക്കേണ്ടിയിരുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു വലിയ കാര്യമായിട്ടാണ് ആ കാലഘട്ടത്തിൽ വിക്ടറിയെ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം, ആൻഷ്യന്റ് ടൈംസ് ഓഫ് ഗ്രീക്ക് സിവിലൈസേഷൻ, ആ ഒരു പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇലിയഡിനെ ലൊക്കേറ്റ് ചെയ്യാൻ. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേണം നമ്മൾ ഇലിയഡ് മനസ്സിലാക്കാൻ. ഹെക്ടർ ഈസ് ഹ്യൂമിലിയേറ്റഡ് ഇൻ ഡെത്ത്. അതായത് മരണത്തോടു കൂടി ഹെക്ടർ അവിടെ നിന്ദിക്കപ്പെടുകയാണ്. ഹെക്ടറിന് തന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്.
സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഹീറോയിക് സ്റ്റാച്ചോ ആൻഡ് ഡിഗ്നിറ്റി. അയാൾക്ക് ഹെക്ടറിന് മരണത്തോടുകൂടി അയാളുടെ ഹീറോയിക് സ്റ്റാച്ചുവർ, അയാളുടെ വീരപരിവേഷവും അതുപോലെ തന്നെ അയാളുടെ ഡിഗ്നിറ്റിയും അന്തസ്സും അഭിമാനവും അയാൾക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ അക്കിലിസ് ഗ്രീക്ക് ഹീറോ വാരിയർ ആയിട്ടുള്ള അക്കിലിസ്, ഈവൺ ഇൻ ഹിസ് വിക്ടറി, വിജയത്തിൽ പോലും അക്കിലിസ് യുദ്ധത്തിൽ വിജയിക്കുകയാണ്. എന്നിട്ട് പോലും അക്കിലിസിനെ സംബന്ധിച്ചിടത്തോളം cannot overcome the bitter sense of his own mortality. തൻ്റെ മോർട്ടാലിറ്റിയെ കുറിച്ചുള്ള തൻ്റെ കൈപ്പേറിയ മോശമായ ചിന്തകൾ, അനുഭവങ്ങളെ ഒരിക്കലും അദ്ദേഹത്തിന് തരണം ചെയ്യാൻ കഴിയുന്നില്ല. ആ ചിന്തകൾ, മോർട്ടാലിറ്റി എന്ന ചിന്തകൾ വിജയിച്ചിരുന്നാൽ പോലും അക്കിലിസിനെ ആ ചിന്തകൾ വേട്ടയാടുന്നു. എന്താണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ? താൻ മരിക്കും, താൻ ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള ചിന്ത. ദിസ് ഈസ് വാട്ട് ഷേക്സ്പിയർ, who wrote 2000 years later, refers to when he says, ഇതാണ് 2000 വർഷങ്ങൾക്ക് ശേഷം ഷേക്സ്പിയർ എഴുതി പരാമർശിച്ചത്. എന്താണ് ഷേക്സ്പിയർ പരാമർശിക്കുന്നത്? when he says, അദ്ദേഹം പറയുമ്പോൾ, we are unto gods, ദൈവങ്ങളുടെ അടുക്കല് മനുഷ്യരെന്ന് പറഞ്ഞാൽ, ദൈവത്തിങ്കൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ എഴുതാണ്, ലൈക്ക് ഫ്ലൈസ് ടു ബോയ്സ് ഹൂ കിൽ us for their sport. ആനന്ദത്തിനു വേണ്ടി, അതായത് ചെറിയ പാറ്റകളെ, അതായത് യാതൊരു വിലയും കൊടുക്കാതെ കേവലം പ്രാണികളെ ആനന്ദത്തിനു വേണ്ടി കൊല്ലുന്ന അത്തരത്തിലുള്ള കുട്ടികൾ, അത്തരത്തിലുള്ള ബോയ്സ് അവർ ചെയ്യുന്നത് പോലെയാണ്. ആ ഒരു അതേ വില, അതേ പ്രവൃത്തിയാണ് ദൈവങ്ങളും. അവരുടെ സ്പോർട്സ്, അവരുടെ ആനന്ദത്തിന് വേണ്ടി മനുഷ്യ ജീവിതം ബലിയാടാക്കുന്നു. അക്കിലിസ്, ഹെക്ടർ ആൻഡ് പെട്രോക്ലിയസ്, അക്കിലിസും ഹെക്ടറും പെട്രോക്ലിയസ് എല്ലാം ഇങ്ങനെ ബലിയാടായ ആളുകളാണ്. ഇവരെല്ലാം, ഈ 3 പേരും ഫൈറ്റ് when they know that they are not the masters of their fate. ഇവരെല്ലാം ഫൈറ്റ് ചെയ്തു. പക്ഷെ ഇവർക്കെല്ലാം അറിയായിരുന്നു ഇവരുടെ വിധി നിശ്ചയിക്കുന്നത് ഇവരല്ല എന്നറിഞ്ഞിട്ടും ഇവർ ഫൈറ്റ് ചെയ്തു. മാത്രമല്ല, nor they are the equal to gods. മാത്രമല്ല, ഇവർക്കറിയാം ഇവരൊന്നും ദൈവങ്ങളോട് തുല്യരല്ല. അതറിഞ്ഞിട്ടും ഇവരുടെ വിധി നിശ്ചയിക്കുന്നത് ഇവരല്ല എന്നറിഞ്ഞിട്ടും ഇവര് ഫൈറ്റ് ചെയ്തു. The sense of divine presence is in the foreground, which makes Achilles and Hector perform in front of a power greater than their own. അതായത് ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസ് അവരുടെ മുന്നിൽ, ദൈവികമായ സാന്നിധ്യം അവരുടെ മുന്നിലുണ്ടായിട്ടും, അതായത് അവർ ചെയ്യുന്ന യുദ്ധക്കളത്തില്, യുദ്ധത്തില് ദൈവിക സാന്നിധ്യം ഉണ്ടായിട്ടും അക്കിലിസും ഹെക്ടറും എല്ലാം യുദ്ധക്കളത്തില് പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് പവർ ഗ്രേറ്റർ ദാൻ ദെയർ ഓൺ. അവരുടെ ശക്തിയേക്കാൾ, അവരുടെ പവറിനേക്കാൾ ശക്തമായിട്ടുള്ള ദൈവങ്ങളുടെ ശക്തിക്ക് മുൻപിൽ, ആ ദൈവങ്ങളുടെ ശക്തിയുടെ പ്രസൻസ് അറിഞ്ഞിട്ടും ഹെക്ടറും അക്കിലിസും എല്ലാം ആ ശക്തികളോട് യുദ്ധം ചെയ്തു. Our approach to the Iliad must take into account the Homeric tradition. നമ്മൾ ഈ ഇലിയഡ് എന്ന് പറയുന്ന വാർ പോയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഹോമറിക് ട്രഡിഷൻ. ഹോമറിന്റെ കാലഘട്ടത്തിലെ ട്രഡിഷൻ, ആ പാരമ്പര്യത്തെ പരിഗണിച്ചു വേണം നമ്മൾ ഇലിയഡിനെ വിലയിരുത്താൻ. എന്താണ് ഹോമറിന്റെ ട്രഡിഷൻ എന്ന് പറയുന്നത്? where the ideal is to fight to be the best. അതായത് ഹോമറിന്റെ കാലഘട്ടത്തിൽ ഐഡിയൽ എന്ന് പറയുന്നത്, ഉദാത്തം അല്ലെങ്കിൽ മാതൃകാപരം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മാതൃകാപരമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉദാത്തമായ കാര്യം.
ടു ടേക്ക് അവേ വിമൺ ഫ്രം ദി ഡിഫീറ്റഡ് എനിമി ക്യാമ്പ് ആസ് ദ ലെജിറ്റിമേറ്റ് ഡ്യൂ ഓഫ് എ വിക്ടർ. ആ ഒരു കാലഘട്ടത്തിൽ പരാജയപ്പെട്ടവരുടെ ക്യാമ്പിൽ നിന്നും സ്ത്രീകളെ പിടികൂടുക, അല്ലെ, തോറ്റവരുടെ ഭാര്യമാരെയും മക്കളെയും അമ്മമാരെയും, അല്ലെ, അത്തരം സ്ത്രീകളെ എനിമി ക്യാമ്പിൽ നിന്നും പിടികൂടുക എന്നുള്ളത് അന്ന് നിയമപരമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഒരു ഇന്നത്തെ കാഴ്ചപ്പാടിൽ നമുക്കറിയാം, അല്ലെ, പരാജയപ്പെട്ടവന്റെ ഭാര്യയെ പിടികൂടുന്നത് ഇന്ന് നമുക്കറിയാം നീതിയല്ല. പക്ഷെ ഒമറിന്റെ കാലഘട്ടം അത് നിയമപരമായി അനുവദിക്കപ്പെട്ടതായിരുന്നു, ലെജിറ്റിമേറ്റ് ആയിരുന്നു. To live as long as one possibly can through one's own strength and power. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശക്തിയും അവന്റെ പവറും ഉപയോഗിച്ച് എത്ര കാലം ജീവിക്കാൻ അവന് കഴിയുന്നുവോ അത്രയും കാലം അവൻ ജീവിക്കുക. അവൻ വിജയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശക്തിയും അവന്റെ പവറും ഉപയോഗിച്ച് പരാജയപ്പെട്ടവന്റെ സ്വത്തും അവൻ്റെതെല്ലാം പിടിച്ചെടുത്ത് ജീവിക്കുക എന്നുള്ളത് അവന്റെ അവകാശവും നിയമപരമായി അനുവദിക്കപ്പെട്ടതും ലെജിറ്റിമേറ്റ് ആയിരുന്നു. വൺ മാൻസ് വിക്ടറി വിൽ ഓൾവേസ് ബി. അതുകൊണ്ട് തന്നെ ഒരുത്തന്റെ വിജയം എന്ന് പറയുന്നത് അനദർ മാൻസ് സോറോ, മറ്റൊരുത്തന്റെ സങ്കടമാണ്, മറ്റൊരുത്തന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്, മറ്റൊരുത്തന്റെ ഭാര്യയും മക്കളും അമ്മയും നഷ്ടപ്പെടുകയാണ്. ഹെക്ടേഴ്സ് വിക്ടറി ഓവർ പെട്രോക്ലിയസ്. പെട്രോക്ലിയസിന് മേൽ ഹെക്ടർ സ്ഥാപിച്ച വിജയം അത് ഹെക്ടറിന്റെ സന്തോഷവും, റിഗാർഡഡ് ആസ് ആൻ എക്സ്റ്റസി ഓഫ് പവർ, അത് പവറിന്റെ ആനന്ദമാണത് ആർക്ക്? ഹെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ബ്രിങ്സ് ഗ്രേറ്റ് ആൻഡ് അൺഫോർഗറ്റബിൾ പെയിൻ ടു അക്വിലിസ്. അക്വിലിസിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മറക്കാൻ കഴിയാത്ത വേദനയാണത് അക്വിലിസിന്. എന്നാൽ അതേ സമയത്ത് ഹെക്ടറിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റസി ഓഫ് പവർ, അധികാരത്തിന്റെ ആനന്ദമാണത്. എന്നാൽ അതേസമയം അക്വിലിസ് വിക്ടറി ഓവർ ഹെക്ടർ, ഹെക്ടറിന്റെ മേലുള്ള അക്വിലിസിന്റെ വിജയം, ഹെക്ടറിനെ കൊന്നുള്ള അക്വിലിസിന്റെ വിജയം കോസസ് ഹേർട്ട് റഞ്ചിങ് പെയിൻ ടു പ്രിയാം. ഹൃദയം നുറുക്കുന്ന വേദനയാണ് പ്രിയാമിനത് സമ്മാനിക്കുന്നത്. ആരാ പ്രിയാം? ഹെക്ടേഴ്സ് ഫാദർ. ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയാമിന് ഹൃദയഭേദകമായ വേദനയാണത്. ഇൻ ഹോമേഴ്സ് വേൾഡ്, ഹോമറിന്റെ ലോകത്തില്, ആ ടൈമില്, ആ കാലഘട്ടത്തില് പവർ വാസ് ആൻ ഐഡിയൽ ടു സെക്യൂർ. അതായത് ഒരുത്തനെ സുരക്ഷിതമാക്കുന്ന മാതൃകാപരമായിട്ടുള്ളത് പവറാണ് ആ കാലഘട്ടത്തിൽ. ഈവൺ ഇഫ് ദാറ്റ് പവർ വാസ് ടു ബി ഹാഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് സമ്മൺ എൽസ് പെയിൻ. എന്നാൽ ഒരുത്തന്റെ വേദനയുടെ എക്സ്പെൻസ്, അതിന്റെ വില എന്ന് പറയുന്നത് പവർ തന്നെയാണ്. അതായത് ഒരുത്തന്റെ സെക്യൂരിറ്റി പവർ ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ കാരണം അവന്റെ പവറാണ് അവന്റെ സെക്യൂരിറ്റി. എന്നാൽ മറ്റൊരുത്തന്റെ പവറാണ് എന്ത്? മറ്റൊരുത്തന്റെ വേദനയും. അവ രണ്ട് പവർ തന്നെയാണ് ഹോമറിന്റെ കാലഘട്ടത്തിൽ. വേദന സമ്മാനിക്കുന്നത് പവർ തന്നെയാണ്, സെക്യൂരിറ്റി സമ്മാനിക്കുന്നത് പവർ. ഒരുത്തിന് വേദന സമ്മാനിക്കുമ്പോൾ മറ്റൊരുത്തിന് പവർ സന്തോഷം സമ്മാനിക്കുന്നു. ദ ഫൈനർ ഫീലിങ്സ് ഓഫ്, നല്ല ചിന്തകൾ, ഏതുപോലെ കമ്പാഷൻ, ജനറോസിറ്റി, അല്ലെ, കമ്പാഷൻ ദയ, സഹതാപം, ജനറോസിറ്റി ടുവാർഡ്സ് ദ എനിമി, ശത്രുവിനോടുള്ള ഉദാര മനസ്കത, ശത്രുവിനോടുള്ള സഹതാപം, നൊബിലിറ്റി ടു അക്നോളേജ് ദ വാലർ ഓഫ് ദ എനിമി, ശത്രുവിന്റെ ധൈര്യത്തെ അംഗീകരിക്കാനുള്ള മനസ്സ്, നൊബിലിറ്റി, ആർ മോഡേൺ വേൾഡ്സ് കോൺസെപ്റ്റ്സ്. ഇതൊക്കെ ആധുനിക ചിന്തകളാണ്, ഇതൊക്കെ ആധുനിക ആശയങ്ങളാണ്. ദാറ്റ് വർ നോട്ട് എ പാർട്ട് ഓഫ് ദി ഹോമറിക് വേൾഡ്. ഇതൊന്നും എന്തല്ല, ഹോമറിന്റെ കാലഘട്ടത്തിന്റെ ഭാഗമല്ല. ഇതൊന്നും ഹോമറിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ വിജയിക്ക് എന്തും ചെയ്യാം,
അത് വിജയുടെ വിജയ അവകാശമാണത്. ഈ പറയപ്പെടുന്ന കമ്പാഷനോ ജനറോസിറ്റി ഒന്നും വിജയിച്ചവൻ പരാജയപ്പെട്ടവനോടോ എനിമിയോടോ അന്ന് കാണിക്കൂല. അന്നത്തെ ലോകത്തിന്റെ ഭാഗമല്ല അത്. അതുകൊണ്ട് തന്നെ ടു അപ്രോച്ച് ദ ഇലിയഡ് ഫ്രം ടുഡേയ്സ് ചേഞ്ച്ഡ് പെർസ്പെക്റ്റീവ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാറിയ ചിന്താഗതി വെച്ച് നമ്മൾ ഹോമറിന്റെ ഇലിയഡിനെ വിലയിരുത്തിയാൽ, അതും വിതൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്, നമ്മൾ പരിഗണിക്കാതെ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദി ആൻഷ്യന്റ് വേൾഡ്, ആ പുരാതന കാലഘട്ടം, ഹോമറിന്റെ കാലഘട്ടത്തിന്റെ സാമൂഹിക ഘടന, അതിനെ പരിഗണിക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇലിയഡിനെ വിലയിരുത്തിയാൽ എന്തു സംഭവിക്കും? വിൽ റിസൾട്ട് ഇൻ എ ഡിസ്റ്റോർഷൻ ഓഫ് ദി ഹോമറിക് വാല്യൂസ്. ഹോമറിന്റെ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ തകരാറിലാവും. കാരണം ഹോമറിന്റെ കാലഘട്ടത്തിലെ മൂല്യങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നതിന്, കാരണം ഹോമറിന്റെ കാലഘട്ടത്തിലെ മൂല്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലെ, കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ പോലും കമ്പാഷനും ജനറോസിറ്റിയും യുദ്ധത്തിൽ മഹനീയമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ഒരു ജനറോസിറ്റിയും അല്ലെങ്കിൽ ഒരു കമ്പാഷനും ഇല്ല. അപ്പൊ അന്നത്തെ സൊസൈറ്റിയുടെ സ്ട്രക്ചറും ഇന്നത്തെ സൊസൈറ്റിയുടെ സ്ട്രക്ചറും എൻറ്റയർലി ഡിഫറെന്റ്, തീർത്തും വ്യത്യസ്തമാണ്. ആ ഒരു ചിന്തയിൽ വേണം, അത്തരത്തിൽ വേണം, ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഹോമറിന്റെ ഇലിയഡിനെ വിലയിരുത്താൻ. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ വാല്യൂസിനെ നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകീർത്തിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ മോശമാക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്, അതായത് ഹോമറിന്റെ കാലഘട്ടത്തിലെ യുദ്ധവും ഇന്നത്തെ കാലഘട്ടത്തിലെ യുദ്ധവും അല്ലെങ്കിൽ യുദ്ധത്തോടുള്ള കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ പോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഗ്നോയിൽ പഠിക്കുന്ന ഫസ്റ്റ് സം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങൾ ചാനൽ സജസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.